ഷാമില് നമ്മുടെ മുത്താണ്. ടീംസ് ആണ് సత్యనటన్. అమ్మిలినే కళ్యాణం చేసింది ഞങ്ങളെല്ലാം సంబంధించి ഒരു బిగ్గెస్ట్ ఈవెంట్ ആണ്. మ్యారేజ్ కి వచ్చాను, ఇది చాలా బాగుంది. ഇത്ര സൂം ആക്കണ്ട. മിക്സ്ഡ് ഇമോഷൻസ്. അയ്യോ ഒന്നും കൂടെ പറയാൻ പറ്റുമോ? ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇപ്പം ഞാനുള്ളത് ചങ്ങനാശ്ശേരിയിൽ ഷാമിലിൻ്റെ വീട്ടിലാണ്. ഇന്ന് നമുക്കിവിടെ മധുരം കൊടുക്കൽ ചടങ്ങാണ്. അത് എൻഗേജ്മെൻറ്റിൻ്റെ തലേന്നുള്ളൊരു ചടങ്ങാണ്. അപ്പം ഇപ്പോൾ എല്ലാവരും ഫാമിലീസും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇതിവിടെ നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്. സോ നമ്മളെല്ലാവരും കോമൺ ആയിട്ടുള്ള ഫ്രണ്ട്സിനാണ്, ഷാമിലിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരോട് ചോദിക്കാം ഷാമിലിനെ പറ്റി എന്താ പറയാനുള്ളത്, എന്തൊക്കെ ഓർമ്മകളാണ് ഉള്ളതെന്ന്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഷാമിലിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഷാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു 5 കൊല്ലത്തെ കട്ട് ചെയ്യോ ഒന്നും കൂടെ പറയാൻ പറ്റുമോ? ഓക്കെ, ഷാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 5 കൊല്ലമായിട്ട് ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. സോ ഭയങ്കര സിൻസിയറായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. സോ ഷാമിലിന്റെ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം സംബന്ധിച്ച ഒരു ബിഗ്ഗസ്റ്റ് ഈവെന്റ് ആണ്. ഞങ്ങൾ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പൊളിക്കാനുള്ള പരിപാടിയാണ്. ഞങ്ങളെല്ലാവരുടെയും നിങ്ങൾക്കൊന്നും പറയാനില്ല? ഒന്നും പറയാനില്ല? എല്ലാവരുടെ അഭിപ്രായമാണ്. എന്തെങ്കിലും സ്പെഷ്യൽ മൊമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെമ്മറി, ഒരു എന്താ പറയാ, എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കുരുത്തക്കേടോ എന്തെങ്കിലും? കുരുത്തക്കേടൊന്നുമല്ല. ഷാമിലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്ന ആള് ഭയങ്കര സപ്പോർട്ടീവാണ്. എന്തും നമുക്ക് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ലൈക്ക് എത്ര സങ്കടമുള്ള കാര്യമാണെങ്കിലും എത്ര ഹാപ്പി ഉള്ള കാര്യമാണെങ്കിലും ഫസ്റ്റ് പേഴ്സൺ നമുക്ക് പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ കസിൻ ആയിരിക്കും. പിന്നെ സെക്കൻഡ് പേഴ്സൺ ഞാൻ പറയുന്നത് മോസ്റ്റ്ലി ഇത് ഷാമിലി ആയിരിക്കും. സോ അത്ര ക്ലോസ് ആണ് ഞങ്ങൾ. ആൾക്ക് ഓൾ ദി ബെസ്റ്റ്. ഞങ്ങളെ സംബന്ധിച്ച് ഞാനും നിഖിലും ശരത്തും ഞങ്ങൾ 3 ഒരേ കോളേജിൽ നിന്ന് വരുന്നത്. ഞങ്ങള് ഒരു ദിവസം ഞങ്ങളുടെ പാർക്കിൽ നിൽക്കുകയാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഷാമിലിനെ പരിചയപ്പെടുന്നത്. അന്ന് മുതല് ഒരു 4.5 കൊല്ലമായി ഞങ്ങള് ഒരുമിച്ച് ഒരേ ഗ്യാങ്ങില്, അങ്ങനെ എന്താ പറയാ, ഒരു ഫാമിലി അല്ല, അതിനും കൂടി ഞങ്ങളൊരു ബ്രദർ സിസ്റ്റർ ഒരു റിലേഷനാണ്. അപ്പം ഷാമിലിനെ കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ബിഗ്ഗസ്റ്റ് ഈവെന്റ് ആണ്. അതാണ് ഞങ്ങളിപ്പം എൻജോയ് ചെയ്യുന്നത്. എനിക്കും പറയണം. അല്ല, ഷാമിലിയെ ഞാൻ പരിചയപ്പെട്ടത് ഇത്ര സൂം ആക്കണ്ട. ഷാമിലിയെ ഞാൻ പരിചയപ്പെട്ടത് MSU ആ ഒരു ടൈമിലാണ്. ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ അത്രയും സംസാരിക്കുമായിരുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് വന്നു, പിന്നെ അധികം അങ്ങനെ സംസാരമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുക മറ്റേ ആ ഒരു ഗേൾ എന്താ പറയാ, ഷാമിലിയുടെ മാരേജ് ശരിക്കും ഒരു ബിഗ് ഇവന്റ് ആണ് ഞങ്ങക്ക്. പിന്നെ അവളെ മിസ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഒരാളിവിടെ ഒളിച്ചു നിൽക്കുന്നുണ്ട്, നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്താ പറയണ്ട, അങ്ങനെ ഒളിച്ച് രക്ഷപ്പെടാൻ വിചാരിക്കുന്നു? ഇല്ല, എനിക്ക് എല്ലാവരെയും പോലെ തന്നെ അവള് വലിയൊരു ഫ്രണ്ടാണ്. ഇപ്പൊ ഞാന് ഗ്യാങ്ങില് കൊണ്ടുവന്ന സമയം തൊട്ട് ഞാനും ഇവര് അക്കുവും ഒക്കെ സഫേല നമ്മുടെ അപ്പാർട്ട്മെന്റ് പേരെന്തായിരുന്നു? KP നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. KP 304 ഫേമസ് ആയിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്. നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് അന്ന് ഷാമിലി ഉണ്ടായിരുന്നു, പൂജിത എന്ന് പറയുന്ന പെങ്കൊച്ചുണ്ടായിരുന്നു. അപ്പൊ അന്നോട്ടേ ഇപ്പൊ ഗഹന പറഞ്ഞ പോലെ എനിക്കും ഷെയർ ചെയ്യാനുള്ള ഒരാളായിരുന്നു ഞാൻ. എന്റെ ഫ്രണ്ട് ഉണ്ട് അശ്വതി, അവള് കഴിഞ്ഞ പിന്നെ ഷാമിലി ഉണ്ട്. എല്ലാം എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ ഷാമിലിനെ അപ്പൊ ഞാൻ വിളിക്കും, അവൾ ഓടി വരും. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു അമ്മേനെ പോലെ ആയിരുന്നു കുറച്ചു കാലത്തേക്ക്. സത്യമായിട്ടും എനിക്ക് വയ്യാണ്ടിരുന്നപ്പോ അവൾ ഓടി വന്ന് അവളാണ് ഓടി വന്ന് അവളാണ് മരുന്ന് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചത്. അങ്ങനെയൊക്കെ കുറച്ച് നല്ല കെയറിങ് ആയിരുന്നു എനിക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായ സമയത്ത്. അപ്പൊ എനിക്ക് ശരിക്കും അമ്മേനെ പോലെ തോന്നി. ഞാൻ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഒരു അമ്മയുണ്ടെന്നുള്ളത്. അടുത്തൊരാളുണ്ട്. സോ ഇദ്ദേഹം ഹൈദരാബാദിൽ നിന്നാണ്. അപ്പം ഷാമിലി ഹൈദരാബാദിൽ സെറ്റിൽഡ് ആണ് കേട്ടോ. സോ ഷാമിലിക്ക് നന്നായിട്ട് തെലുങ്ക് അറിയാം. സോ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു തെലുങ്ക് ഫ്രണ്ടാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള എങ്ങനെയാണ് ലൈക്ക് റിലേഷൻ, എങ്ങനെയാണ് ഷാമിലായിട്ടുള്ള ഇതെന്നൊക്കെ ചോദിക്കാം. ఫస్ట్ టైం నేను కేరళ మ్యారేజ్ కి వచ్చాను. ఇది చాలా లైక్ చూడడానికి చాలా బాగుంది. లైక్ ఫస్ట్ నేను విజిట్ చేసిన ఫస్ట్ మ్యారేజ్ ఇది కేరళలో. సో ఫస్ట్ టైం ఎవ్రీవన్ ఈజ్ ప్రేయింగ్. సో ఐ ఫీల్ గుడ్ and I hope everyone will be enjoying this marriage and thank you. വേറൊരാള് വന്നിട്ടുണ്ട്, നമ്മളെ പ്രിയപ്പെട്ട ആൽവിച്ചൻ. സോ പുള്ളിയോട് ചോദിക്കാം എന്തെങ്കിലും
ശാലിനി അല്ല, ഷാമിലി ആയിട്ടുള്ള എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോന്ന്? ഷാമിലി നമ്മുടെ മുത്താണ്. സോ ആദ്യം മാർട്ടിനുമായിട്ട് പെണ്ണ് കാണാൻ ചടങ്ങുന്ന സമയത്ത് ഷാമിലി പറഞ്ഞായിരുന്നു ഷാമിലിക്ക് ഭയങ്കര പേടിയാണ്, എന്താ സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. അത് യുനോ ആ ഒരു പോയിന്റിൽ നിന്ന് ഇവിടത്തേക്ക് യുനോ ആ ഒരു ജേണി ലൈക്ക് അവിടെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പറയും ഇങ്ങനെ എടാ ഇങ്ങനെ സംസാരിച്ചു, അവനോട് മെസ്സേജ് അയച്ചു, അവനോട് ഇങ്ങനെ കാണാൻ പോയി എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളെ ഫ്രണ്ട്സിനെല്ലാം കവർ ചെയ്തു. പക്ഷെ ഒരാളെ മിസ്സിംഗ് ഉണ്ട്, സ്പാരോ. പുള്ളിനെ കാണാനില്ല, എവിടെ മുങ്ങി നടക്കാൻ തോന്നുന്നു. ഇവിടെ കുടുംബക്കാര് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, ഷാമിലിച്ചിന് അടുത്ത ബന്ധുക്കള് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടാണ് പ്രാർത്ഥന ചൊല്ലുന്നത്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, ഇരുന്നോളൂ. ഇപ്പൊ കല്യാണം ആവാറായി നിക്കാണ്, അപ്പൊ എന്താണ് തോന്നുന്ന ഫീലിംഗ്? മിക്സ്ഡ് ഇമോഷൻസ്. ഇടയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ്, സംടൈംസ് ഭയങ്കര വിഷമം വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ. പിന്നെ ചില സമയത്ത് ഭയങ്കര ഓവർവെൽംഡ് ആണ്, ബ്ലാങ്ക് ഔട്ട് ആയിട്ട് വെറുതെ ഇരിക്കും കുറെ നേരം. അങ്ങനെ മിക്സ്ഡ് ഇമോഷൻസ്. At the end I'm happy. അപ്പൊ പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷത്തിലാണ്. മധുരം വെപ്പിന്റെ സ്റ്റേജ് ഒക്കെ അറേഞ്ച് ചെയ്തേക്കുന്ന വീടിന്റെ ടെറസിലാണ്. സോ എല്ലാരും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാരും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ 3 ടീംസ് ആണ്, സച്ചിനേട്ടൻ, ശ്രീകാന്തേട്ടൻ, പിന്നെ പൂക്കി, ഭുവൻ. സോ നമുക്ക് മേലേക്ക് പോവാം. ഷാമിലി ഇത് ഇവിടെ തന്നെ ഇരിക്കുകയാണ്, നമ്മളെല്ലാരും പോവാൻ വേണ്ടി കാത്തിക്കാണ് മേലേക്ക്. അപ്പൊ നമുക്ക് ടെറസിമേ പോവാം. നമ്മളിപ്പം ടെറസിലെത്തി. ഇവിടെ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡില് മധുരം വെപ്പിന്റെ സോഫ കാര്യങ്ങള് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു സൈഡില് നിങ്ങൾക്ക് ഫുഡ് സെറ്റ് ചെയ്തിട്ട് കാണാം. ഇത് പിന്നെ ബന്ധുക്കൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്, എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ കാര്യങ്ങളും കുടുംബത്തിലെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡില് ക്യാമറാമാൻ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ഒരു സൈഡിൽ ആദ്യം ഫ്രണ്ട് സൈഡിൽ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. പിന്നെ ഈ മധുരം വെപ്പിന്റെ പ്രിപ്പറേഷൻ ആണ് ബന്ധുക്കളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഷാമിലിയുടെ ചേച്ചി അളിയനിതാ ഒക്കെ ഓടി നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇതാ ഗഹന ഷാമിലിയുടെ ഒരു പിക്ക് കാണിച്ചിരുന്നുണ്ട്, പഴയ കാലത്ത് അമ്മ ചോറ് വാരി കൊടുക്കുന്ന പിക്സ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ കുറെ ഡെക്കറേഷൻ വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോ മൊത്തം ഷാമിലിയുടെ കുഞ്ഞുനാളിലെ ഫോട്ടോസ് ആണ്. ഇത് കണ്ടപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. ഇത് ചേച്ചിയും അനിയത്തിയും ഒക്കെ കൂടെ ഷാമിലിക്ക് ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ്. എല്ലാം ഫോട്ടോസും ഉണ്ട്, ചെറുപ്പം മുതലേ ഉള്ള. നല്ല ഭംഗിയുണ്ട്. കുറെ കോമഡി ഫോട്ടോസും ഒക്കെ ഉണ്ട് ചെറുപ്പത്തില് ഉള്ളത്. ഇത് എല്ലാ ഫോട്ടോസും ഒന്നും എടുത്തിട്ടില്ല, ബട്ട് നന്നായിരുന്നു. മധുരം കൊടുക്കൽ ചടങ്ങ് ആരംഭിച്ചു. ബന്ധുക്കൾ എല്ലാരും മധുരം കൊടുക്കാൻ തുടങ്ങിട്ടോ. ഇതവിടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പൊ കേക്ക് ബന്ധുക്കൾ ഓരോരുത്തരെ വന്നിട്ട് അത് കൊടുത്തു. ഇതാ ചേച്ചി അനിയത്തി എല്ലാരും ഉണ്ടായി, അളിയനും അമ്മയൊക്കെയാണ്. പിന്നെ നമ്മൾ ഫ്രണ്ട്സും ഓരോരുത്തരായി പോയിട്ട് ഷാമിലിക്ക് മധുരം കൊടുത്തിട്ടുണ്ടായിട്ടോ. അവിടെ ലൈക്ക് മുന്തിരി പിന്നെ ഉറുമാമ്പഴം ഒക്കെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓരോരുത്തരായിട്ട് അതിൽ പിന്നെ കൽക്കണ്ടും കൂടി ഉണ്ടായി. അതിൽ ഷാമിലിക്ക് ഇഷ്ടമുള്ള ഉറുമാമ്പഴമൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഷാമിലിൻ്റെ ചേച്ചി ഷാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായി. അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചേച്ചിയാണ് ഇങ്ങനെ ഒരു ഡാൻസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നമ്മൾ ജസ്റ്റ് കുറച്ച് മുന്നേ സ്റ്റെപ്പൊക്കെ നോക്കിയിട്ട് പഠിച്ചതാട്ടോ. പെട്ടെന്നൊരു തട്ടിക്കൂടായിട്ട് പഠിച്ചതാണ്. ആ ചേച്ചിയും മനത്തിയും കൂടെയാണ് നമ്മൾ പഠിപ്പിച്ചു തന്നത്. എല്ലാവരും ഉണ്ടായി. പിന്നെ അതിൻ്റെ ഇടയിൽ എല്ലാവരും കൂടെ വന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് നിന്നൊരു ടൈമായിരുന്നു കേട്ടോ. എല്ലാവരും ചിരിച്ച് കളിച്ചൊരു ടൈമായിരുന്നു അത്. അങ്ങനെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ലാസ്റ്റ് ആ മൊമെന്റ്സ് ഒക്കെ. മധുരം വെപ്പൊക്കെ കഴിഞ്ഞു. ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിച്ചും കഴിഞ്ഞു. ഇത് ഏകദേശം എല്ലാവരും കഴിച്ച് വെറുതെ വിശ്രമിച്ചിരിക്കുകയാണ് കേട്ടോ. വൈൻഡപ്പ് ചെയ്യാണ്. ബായ് എല്ലാവരും ബായ് പറഞ്ഞോളൂ. ബൈ ബൈ. ബൈ ഗൈസ്. ഞാൻ പറഞ്ഞ ബൈ വേണ്ടേ? ബൈ.